ഹലോ, അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞ പോലെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് ഞാൻ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച് ഇട്ടിട്ട് സവോള കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി എടുക്കുന്നുണ്ടേ. അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലോട്ട് ഒരു തക്കാളി കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണേ. വഴണ്ട് വന്നതിന് ശേഷം അതിനകത്തോട്ട് ചിക്കൻ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തൈര് ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ട് ഇച്ചിരി മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൽ കുറച്ച് പൊടികൾ ഇടുന്നുണ്ട്. ബിരിയാണി മസാല ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രേ ഇടുന്നുള്ളൂ. ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് നമ്മൾ പാകമാവാൻ വേണ്ടി അടച്ചു വെക്കണം. അപ്പോഴത്തേക്ക് ഇതിൽ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് സെറ്റായി വരും. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വെന്ത് ഗ്രേവി ആയിട്ടൊക്കെ ഒന്ന് വന്നതിന് ശേഷം നമ്മൾ അടി പിടിക്കാതിരിക്കാൻ വേണം ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമ്മളിതെല്ലാം കൂടി ഒന്ന് കുക്കറിലോട്ട് മാറ്റണം. ഫുള്ള് ഗ്രേവി കുക്കറിലോട്ട് മാറ്റണേ. എന്നിട്ട് ഞാൻ റൈസ് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് ഞാൻ ഇതിനകത്തോട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് സവോള അതിൻ്റെ മണ്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വറുത്തത്. എന്നിട്ട് കുക്കറിൻ്റെ ഫിസിൽ ഊരി മാറ്റിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ആവി വരുന്നവരെ വെച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞങ്ങളിങ്ങനെ ഇവിടെ ഉണ്ടാക്കുന്നത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.